കാലിക്കറ്റ് സർവകലാശാല വാർഷിക സെനറ്റ് യോഗം ആരംഭിച്ചു. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. കനത്ത സുരക്ഷയാണ് സ്ഥലത്ത് പോലീസ് ഒരുക്കിയിരിക്കുന്നതും. ആനന്ദ് പുത്തൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആനന്ദ്, എങ്ങനെ പുരോഗമിക്കുന്നു യോഗം? അനു, 10 മണിക്കാണ് സെനറ്റ് യോഗം ആരംഭിച്ചത്. ഏകദേശം 15 മിനിറ്റ് മാത്രമാണ് സെനറ്റ് യോഗത്തിന് വേണ്ടി എടുത്തത്. ഇപ്പോൾ നമ്മളോടുകൂടി ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളുണ്ട്. നമസ്കാരം. സെനറ്റ് യോഗം അവസാനിച്ചു. സെനറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണത്തെ പോലെ അനിഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലേ? ഇത്തവണ അനിഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. പോലീസിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് സെനറ്റ് മെമ്പർമാർക്ക് എല്ലാവർക്കും, ഗവർണർ നോമിനേറ്റ് ചെയ്ത എല്ലാ സെനറ്റ് മെമ്പർമാർക്കും കയറാൻ സാധിച്ചു. മീറ്റിങ്ങിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കാൻ സാധിച്ചു. ഇനി അടുത്ത സെനറ്റ് യോഗം പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയാണ് ഈ തവണ സെനറ്റ് യോഗത്തിലെ അജണ്ടകൾ? സെനറ്റ് യോഗം ഞങ്ങൾക്ക് ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചുള്ളതിനകത്തൊരു പ്രത്യേക കാര്യമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു വലിയ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു വക്കിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സെനറ്റ് യോഗം നടന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ സെനറ്റ് യോഗത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിഷേധത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും അങ്ങനെ കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, സംരക്ഷണം നൽകണം സെനറ്റ് അംഗങ്ങൾക്ക്, അതുപോലെ തന്നെ അംഗങ്ങൾക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളത്. ആ പശ്ചാത്തലത്തിൽ ഇന്നലെ തൊട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ പോലീസിൻ്റെ നല്ല ബന്ദോബസ്ത്, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന പോലീസ് ബന്ദോബസ്ത് ഇത്തവണ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ അത്തരത്തിൽ പിന്തുണ നൽകിയ നീതിന്യായ സംവിധാനത്തിനും അതുപോലെ തന്നെ കേരള പോലീസിനും വളരെയധികം നന്ദി അറിയിക്കേണ്ടുന്ന ഒരു അവസരമാണിത്. അതുപോലെ തന്നെ പ്രതിഷേധക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു സമരത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂല സാഹചര്യമല്ല എന്നതുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ് എന്ന് വേണം കരുതാൻ. എന്തായാലും ഇന്ന് പ്രതിഷേധം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ജനാധിപത്യത്തോടുള്ള ഈ സമീപനം എല്ലാ കാലത്തും വേണം. അതായത് നമ്മൾ മാനവികത അല്ലെങ്കിൽ ജനാധിപത്യം എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുകയും അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി വിദ്യാർത്ഥി സംഘടനാ കാലത്ത് തന്നെ ഉണ്ടാകുന്നത് നിർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനം മുന്നോട്ട് പോകണം. കേരളത്തിലെ സർവകലാശാലകളുടെ, കാലിക്കറ്റ് സർവകലാശാലയുടെ മുന്നോട്ടുള്ള പോക്കിന് അത് വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഇപ്പോൾ നമുക്ക് പ്രത്യേക സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതായത് NEP വരുന്നു, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൽ നമുക്കിപ്പോഴുള്ള സാഹചര്യം, നിർഭാഗ്യവശാൽ വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോകുന്നു. മലയാളികൾ കേരളം വിടുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവസരങ്ങളില്ലാത്തതുകൊണ്ട് അത് തേടി ചെറുപ്പക്കാർ പുറത്തു പോകുമ്പോഴാണ് കുടുംബങ്ങളെല്ലാം കേരളം വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് മാറ്റം വരുത്താനുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അവയുടെ പ്രവർത്തനത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് ആ സാഹചര്യം. അപ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ നോമിനേറ്റ് ചെയ്ത ഞങ്ങൾ സെനറ്റ് അംഗങ്ങളിൽ നിന്നുണ്ടാവുക. ഇത് ഞങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അത്തരത്തിൽ പുരോഗമനാത്മകപരമായിട്ട് അല്ലെങ്കിൽ സർവകലാശാലയുടെ മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമായ രീതിയിൽ എന്തൊക്കെ നടപടികൾ സർവകലാശാല അധികൃതർ സ്വീകരിക്കുന്നുവോ അതിനെല്ലാം ഞങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കും. ഇന്നത്തെ സെനറ്റ് യോഗം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിച്ചു. കാരണം ഈ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് അജണ്ടയിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നില്ല. ഇനി അടുത്ത സെനറ്റ് യോഗത്തിലായിരിക്കും ഈ വിഷയങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഓക്കെ, തീർച്ചയായും ഇപ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളാണ് നമ്മളോട് കൂടി ചേർന്നത്. എന്തായാലും സെനറ്റ് യോഗം ഏകദേശം 15 മിനിറ്റോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ അജണ്ടകളിലേക്ക് സെനറ്റ് യോഗം കടന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും പ്രതീക്ഷിച്ച അനിഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ സമാധാനപരമായ കാര്യമാണ്. അത് തന്നെയാണ് ഈ സെനറ്റ് അംഗങ്ങളും സൂചിപ്പിച്ചത്. കാരണം കൃത്യമായിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ, ഈ സെനറ്റ് അംഗങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നുള്ള കോടതിയുടെ ഇടപെടൽ കൃത്യമായി തന്നെ പോലീസ് സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നു. എന്തായാലും പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് ഭയന്നിരുന്നെങ്കിലും പൊതുവെ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. ജനാധിപത്യം വീണ്ടും വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നേരത്തെ സെനറ്റ് അംഗങ്ങൾ സൂചിപ്പിച്ചത്. അനു.